പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. ലളിതയാണ് എനിക്കൊപ്പം ഉള്ളത്. ഈ 5 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു വികസന നേട്ടമായിട്ട് പറയാനുള്ളത്? ഒരുപാട് വികസന നേട്ടങ്ങൾ ഈ 5 വർഷക്കാലം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് തന്നെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. കോവിഡ് എന്ന് പറയുന്ന മഹാരോഗം വലിയ തോതിലേക്ക് അതിന്റെ മൂർധന്യ ഘട്ടത്തിലുള്ള സമയത്താണ് ഞങ്ങൾ അധികാരത്തിൽ ഏൽക്കുന്നത്. പിന്നീട് ഞങ്ങൾക്ക് ഒരു 2 വർഷക്കാലം ചെയ്യാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ടുണ്ടായത് കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ 1ാം ഘട്ട വാക്സിനേഷൻ, 2ാം ഘട്ട വാക്സിനേഷൻ, ഇതെല്ലാം കേരളത്തിൽ 1ാം ഘട്ട വാക്സിനേഷൻ ആദ്യം പൂർത്തീകരിച്ചിട്ടുള്ളത് പയ്യന്നൂർ നഗരസഭയാണ്. ആ രീതിയിലേക്ക് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു. പിന്നീടാണ് ഞങ്ങൾക്ക് വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി പറ്റിയത് ഒരു 1.5 വർഷത്തിന് ശേഷമാണ്. ഞങ്ങൾ പിന്നീട് വന്നിട്ടുള്ളത് ശുചിത്വ മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ, നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ശുചിത്വ കേരളം എന്നുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ എല്ലാ തലങ്ങളിലും, വാർഡ് തലങ്ങളിലും, മുനിസിപ്പൽ തലത്തിലും ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ അംഗീകാരങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഓരോ വർഷവും ഉണ്ടാകുന്ന കടുത്ത വരൾച്ചയെ നേരിടാൻ പാകത്തിലുള്ള പ്രവർത്തനം. ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാ ജലസ്രോതസ്സുകളും സംരക്ഷിക്കണം എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് 17 കുളങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി. അതിപ്പോൾ നാടിന് നമ്മൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് 107 വർഷം പഴക്കമുള്ള ഒരു വാടക കെട്ടിടത്തിലുണ്ടായിരുന്ന കാർമൽ ഗവൺമെന്റ് മാപ്പിള സ്കൂൾ, ആ സ്കൂളിന് സ്വന്തമായിട്ട് സ്ഥലം കണ്ടെത്തുകയും അവിടുത്തെ കൗൺസിലറും നാട്ടുകാരും സഹകരിച്ചുകൊണ്ട് സ്ഥലം കണ്ടെത്തി നഗരസഭയ്ക്ക് ഏൽപ്പിച്ചു. തൊട്ടടുത്ത വർഷം തന്നെ ഞങ്ങൾ അവിടെ പുതിയ കെട്ടിടം ഉണ്ടാക്കി. ഈ അധ്യയന വർഷം കുട്ടികൾക്ക് പുതിയ സ്കൂളിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കി കൊടുത്തു. 3 വില്ലേജുകളിൽ 3 ആശുപത്രികൾ വെൽനസ് സെന്ററുകൾ കൊണ്ടുവന്നുകൊണ്ട് ഉൾപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ടൗണിൽ വരാതെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ചികിത്സയും മരുന്നും ഒക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കി കൊടുത്തു. അതുപോലെ തന്നെ യുനാനി ആശുപത്രി, പയ്യന്നൂരിലെ ആളുകളൊക്കെ കാസർഗോഡ് ജില്ലയെ ആശ്രയിച്ചാണ് യുനാനി ചികിത്സയ്ക്ക് വേണ്ടി അവർ പോകുന്നത്. ആ ഒരു സൗകര്യം ഇവിടെ പയ്യന്നൂരിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യുനാനി ഹോസ്പിറ്റൽ പെരുമ്പയിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ ഡയാലിസിസ് കേന്ദ്രം പയ്യന്നൂർ നഗരസഭയിൽ ഡയാലിസിസ് ആരംഭിക്കുന്നത് ഈ കൗൺസിൽ വന്നതിന് ശേഷമാണ്. നഗരസഭ ഓരോ വർഷവും 80 ലക്ഷം രൂപയാണ് ഈ ഡയാലിസിസിന് വേണ്ടി മാത്രം നഗരസഭ ചെലവഴിച്ച് വരുന്നത്. അത് ഇപ്പോഴും ഒരുപാട് ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലായിട്ട് നിൽക്കുകയാണ്. ഒട്ടേറെ സൗകര്യങ്ങൾ ഇനിയും അവിടെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയേണ്ടതുണ്ട്. ഇവിടെ കെട്ടിടത്തിൻ്റെ സൗകര്യം കുറെ കൂടി മെച്ചപ്പെടുത്തി അവിടെ ഇനിയും ആളുകൾക്ക് സേവനം കൊടുക്കാൻ വേണ്ടി കഴിയണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ഉള്ളത്. അത് ഭാവിയിൽ വരും കൗൺസിലെങ്കിലും അത് ഏറ്റെടുത്ത് ചെയ്യും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഓരോ ആശുപത്രികളിലെ താലൂക്ക് ആശുപത്രി ആയാലും, അതുപോലെ തന്നെ ആയുർവേദ ആശുപത്രി ആയാലും, ഹോമിയോ ആശുപത്രി ആയാലും, ഇവിടെ എല്ലാം അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് MLA സഹകരണത്തോടു കൂടി, അതുപോലെ തന്നെ മറ്റ് ഫണ്ടുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം അവിടെ നടന്നു വരികയാണ്. 1,60 ലക്ഷം രൂപ ആയുർവേദ ആശുപത്രി, 30 ലക്ഷം രൂപ ഹോമിയോ ആശുപത്രി, ഇങ്ങനെ ഒട്ടേറെ സൗകര്യങ്ങൾ നഗരസഭയിൽ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ കണ്ടങ്ങാളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 80 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് 5 ക്ലാസ് റൂമുകൾ. ഓരോ വർഷവും അവിടെ കുട്ടികളുടെ എണ്ണം കൂടി വരുമ്പോൾ അവിടെ പഠിക്കാൻ ആവശ്യമായിട്ട് അടിസ്ഥാന സൗകര്യം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നഗരസഭാ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് തലത്തിലുള്ള കെട്ടിടങ്ങളും അവിടെ പുരോഗമിച്ചു വരികയാണ്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി SLC +2 പരീക്ഷയിൽ വിജയ ശതമാനം ഉയർത്താനും 100% വിജയം SLCക്കും, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലും എല്ലാ ഫുൾ A+ നേടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പദ്ധതി വെക്കുന്നുണ്ട്. പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതിയും, അതുപോലെ തന്നെ കൂടുതൽ A+ നേടാൻ ആവശ്യമായിട്ടുള്ള പദ്ധതിയും, നൈറ്റ് ക്ലാസ്സുകളൊക്കെ വെക്കാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ, ഇതൊക്കെ നഗരസഭ കൊടുത്തു വരുന്നുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യം ഒട്ടേറെ ശ്രമിച്ചിട്ടും അത് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതിന് ഒരുപാട് തടസ്സങ്ങൾ വന്നു എന്ന് പറയുന്നത് ഏതൊക്കെ പ്രൊജക്റ്റ് ആയിരിക്കും? ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ടൗൺ ഹാള് വേണം എന്നുള്ള ഒരു പദ്ധതി. ഗവൺമെന്റ് ബഡ്ജറ്റിൽ അതിന് ഒരു ഫണ്ട് നീക്കി വെച്ചു. ഗവൺമെന്റ് MLA ഇടപെട്ടുകൊണ്ട് ഫണ്ട് നീക്കി വെച്ചു. അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കുറേ അതിൻ്റെ പിറകെ നടക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മൂരിക്കോയിൽ ഒരു സ്ഥലം കണ്ടെത്തി,
അതിൻ്റെ ഓണറുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ആയിട്ട് മുന്നോട്ട് പോയി. അവസാനം അതിൻ്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് വന്ന് കളക്ടർ വാല്യുവേഷൻ നടത്തിയപ്പോൾ ഈ ഓണർ പറഞ്ഞ വിലക്ക് അതിൻ്റെ വാല്യുവേഷൻ നമുക്ക് റവന്യൂ വാല്യൂ മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂ. പിന്നീട് 30% നഗരസഭക്ക് അധികമായിട്ട് കൗൺസിൽ തീരുമാനിച്ചു കൊടുക്കാം. പക്ഷേ അതും ഉപയോഗിച്ച് വരുമ്പോഴും ഈ ഓണർ പറഞ്ഞ വിലേൻ്റെ അടുത്ത് എത്തുന്നില്ല. അതുകൊണ്ട് ആ സ്ഥലം നമുക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വന്നു. പിന്നീട് ഞങ്ങൾ കണ്ട അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് കുറേ കൂടെ സ്ഥലം നഗരസഭയിലായിട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും ആ സ്ഥലത്ത് ടൗൺ ഹാൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ സൈറ്റെല്ലാം പരിശോധിച്ച് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് തൊട്ടടുത്ത് തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അത് നമ്മളെ കാലത്ത് തുടങ്ങാൻ വേണ്ടി പറ്റിയില്ല. അതിൻ്റെ തറക്കല്ലിടലെങ്കിലും നടത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മഴക്കാലം അവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലമാണല്ലോ, വെള്ളം വറ്റാതെ അവിടെ ഒരു പണി നടക്കാൻ ആരംഭിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്താൻ വേണ്ടി പറ്റാതെ പോയത്. എന്തായാലും അതൊരു ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു, അത് നടക്കാൻ പറ്റാതെ പോയി. അതുപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡും ഞങ്ങൾ പോകുന്നതിനിടയിൽ തന്നെ ബസ് കയറി ഇറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പല ഫണ്ട് ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം വായ്പ എടുക്കാൻ വേണ്ടി ആലോചിച്ചു. വായ്പ എടുക്കേണ്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വരുമ്പോഴാണ് പല നിബന്ധനകളും അവരുടെ ഹഡ്കോയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നീട് അത് ഞങ്ങൾ ഉപേക്ഷിച്ചു, ഓൺ ഫണ്ട് എടുത്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് വർക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഇത്രയും വർഷകാലമായിട്ട് മുടങ്ങി കിടന്നിട്ടുള്ള പുതിയ ബസ് സ്റ്റാൻഡ് ആരംഭിക്കാൻ വേണ്ടി വർക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതെ, ഈ എപ്പോഴും പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള ഒരു വടി അല്ലെങ്കിൽ ആളുകളുടെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പയ്യന്നൂർ പോലെ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് പ്രത്യേകിച്ചും പുതിയ ബസ് സ്റ്റാൻഡിന്റെ കാര്യം തന്നെയാണ്. അപ്പൊ വർഷങ്ങളായി ഇതിന് പിറകില് ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇത് ഇപ്പം പണി ആരംഭിച്ചു, പക്ഷെ എങ്കിലും പണി ആരംഭിക്കുന്നു, നിർത്തിപ്പോകുന്നു, വീണ്ടും ആരംഭിക്കുന്നു. ഇതിവിടെ എന്താണ് വലിയൊരു സാങ്കേതിക തടസ്സം എന്താ വരുന്നത്? ഇപ്പൊ അവസാനം ഉണ്ടായത് സാമ്പത്തികത്തിന്റെ തടസ്സം മാത്രമാണ് ഉണ്ടായത്. പക്ഷേ ആ സാമ്പത്തികം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹഡ്കോയിൽ നിന്ന് വായ്പ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആലോചിച്ചത് നഗരസഭയുടെ ഫുൾ ഫണ്ടും എടുത്തിട്ട് ഓൺ ഫണ്ടും എടുത്തിട്ട് ഈ ഒരു പ്രൊജക്റ്റിന് മാത്രം മാറ്റി വെച്ചാൽ നമുക്ക് മറ്റുള്ള അത്യാവശ്യം ചെയ്യേണ്ട വർക്കുകൾക്കൊക്കെ അത് പ്രയാസം നേരിടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഓൺ ഫണ്ട് പരമാവധി എടുക്കുന്നത് ഒഴിവാക്കി വായ്പ എടുത്തത്. പിന്നെ 15 വർഷം സാവകാശം കിട്ടും അടച്ചു തീർക്കാൻ. അങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ചത്. പക്ഷെ ഹഡ്കോയിൽ നിന്ന് വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. അവസാനം അതിൻ്റെ ഒരു എഗ്രിമെന്റ് വെക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് അവര് വല്ലാത്ത നിബന്ധനകൾ, നഗരസഭയ്ക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല നിബന്ധനകളും അതിൽ ഉൾക്കൊള്ളിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്കത് ആ വായ്പ ഒഴിവാക്കേണ്ടി വന്നു. പിന്നീട് എന്തായാലും ബസ് സ്റ്റാൻഡ് കൊണ്ടുവരണം എന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തൽക്കാലം ഓൺ ഫണ്ട് എടുത്ത് ചെയ്യാം എന്നുള്ള നിലയിലേക്ക് വന്ന് അങ്ങനെയാണ് ഗവൺമെന്റിന്റെ അനുമതി, ഓൺ ഫണ്ട് എടുക്കാനുള്ള അനുമതി വാങ്ങി. ഈ പറയുന്നത് പോലെ നമ്മുടെ താലൂക്ക് ആശുപത്രി ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറി. പക്ഷെ ഫിസിഷ്യന്റെ കുറവുണ്ട്, കിടത്തി ചികിത്സ നടത്തുന്നില്ല എന്നുള്ള രീതിയിലും ആളുകളുടെ എപ്പോഴും ഒരു സങ്കടം പറയുന്നുണ്ട്. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫിസിഷ്യന്റെ കുറവ് നമ്മൾ നിരന്തരം ഗവൺമെന്റ് ശ്രദ്ധയിൽ, മന്ത്രിയുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ടുള്ളതാണ്. MLA അടക്കം നല്ല നിലയിൽ ഇടപെട്ടിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെ ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് ഫിസിഷ്യനെ കിട്ടി. പക്ഷെ വന്നിട്ടുള്ള ഫിസിഷ്യൻ ലീവ് എടുത്ത് പോയി. 2 മാസത്തേക്ക് ഇപ്പോൾ വീണ്ടും ലീവ് എടുത്തിട്ട് പോകുന്ന അവസ്ഥയാണ് വന്നത്. വീണ്ടും ഞങ്ങൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ കാണണമെന്നുള്ള ബന്ധപ്പെട്ട് നടത്തിയപ്പോൾ ഇപ്പോൾ ഫിസിഷ്യനായിട്ടുള്ള നിസാർ ഡോക്ടർ ആഴ്ചയിൽ 1 ദിവസം ഇപ്പോൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ കിടത്തി ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. മറ്റ് സ്ഥിരം ഡോക്ടർ അവരെ ലീവ് പരിഗണിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. 2 മാസത്തേക്ക് ലീവ് ഇവിടെ ഒരാൾ പോലും ഇല്ലാത്ത നിലയിൽ ലീവ് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഗവൺമെന്റ് ആ രീതിയിലേക്ക് നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തൽക്കാലം ഒരു ഇടപെടൽ എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ നിസാർ ഡോക്ടറെ ആഴ്ചയിൽ 1 ദിവസം, അതുപോലെ തന്നെ വൈകുന്നേരം നാട്ടിലുള്ള ഡോക്ടർ ആയതുകൊണ്ട് അവിടെ അഡ്മിറ്റ് ആക്കിയാൽ വൈകുന്നേരങ്ങളിൽ ഡോക്ടർക്ക് പോയി നോക്കാനും ഒക്കെ സൗകര്യപ്പെടും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സൗകര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ ഗതാഗത സൗകര്യം നമ്മൾ പറഞ്ഞതുപോലെ ബൈപ്പാസ് റോഡിന്റെ എത്രയോ കാലമായിട്ട് ആളുകളുടെ ഒക്കെ ഒരു സ്വപ്നവും ഒക്കെ ആയിരുന്നു. ബൈപ്പാസ് റോഡ് സുഗമമായി മാറിയിട്ടുണ്ട്. അതിലൂടെയുള്ള യാത്ര, ആരോഗ്യ മേഖലയുടെ കാര്യവും പറഞ്ഞു. പിന്നെ ഏറ്റവും കുടുംബശ്രീ എന്നുള്ള നിലയിൽ ഒരുപാട് നമുക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. കുടുംബശ്രീ യൂണിറ്റ് നമ്മൾ ഈ കൗൺസിൽ വന്നതിന് ശേഷം എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും കോഫി ബങ്കുകൾ, എല്ലാ സ്ഥലത്തും ഈ 2 സഹോദരിമാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. നമ്മൾ താലൂക്ക് ആശുപത്രി ക്യാൻറ്റീൻ കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ജോലി കൊടുക്കാൻ വേണ്ടി പറ്റി. നമ്മളെ ഈ വിജ്ഞാന കേരളം ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വീട്ടിലിരുന്ന് തൊഴിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്കുള്ള ഒരു പദ്ധതി
ഈ തയ്യൽ തൊഴിലറിയുന്ന സഹോദരിമാരെക്കെല്ലാം വീട്ടിലിരുന്ന് തൊഴിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്ക് 140ഓളം ആളുകൾക്ക് നമുക്കിപ്പോൾ